വലിയ മഹാൻ ഞാൻ നോക്കുക എല്ലാ മഹാന്മാരെയും പോയി കാണണമെന്ന് നിർബന്ധമുണ്ട്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ കഴിയില്ല, സഹാബത്തെ നമുക്ക് കാണില്ല, വഹീദി നമുക്ക് കാണില്ല, വസാലി നമുക്ക് കാണില്ല, ശാഫിമാരെ കാണില്ല. ഇതിനേക്കാൾ വലിയ ആരെങ്കിലും വരാനുള്ളത്? അതേ സമയത്ത് നമുക്ക് ആരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ച്, സഹാബത്ത് എന്താ പഠിപ്പിച്ച്, ഇമാമികൾ എന്താ പഠിപ്പിച്ച്, അവർ പഠിപ്പിച്ചത് അവർ ജീവിച്ചിരിക്കുന്നത് പോലെ അവരുടെ കിതാബുണ്ട്. എന്തിനെ കുറിച്ചാണ് ഇയാൾ ഇത്രയും പരിഹാസത്തോടുകൂടി അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? അത് മഹത്തുക്കളായ മശായിഖന്മാരുടെ ഔലിയാക്കളുടെ വഴിയെക്കുറിച്ചാണ് ഇയാൾ സംസാരിച്ചു വരുന്നത്. എന്നിട്ട് അതിനിടയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, വലിയ വലിയ മഹാന്മാരാണെങ്കിൽ പോലും ആ മഹാന്മാരുമായി ബന്ധപ്പെടേണ്ടതില്ല, അവരുമായി ബന്ധം സ്ഥാപിക്കേണ്ടതില്ല, അവരെ പിന്തുടരേണ്ടതില്ല, മറിച്ച് പിന്തുടരേണ്ടത് ചില കടലാസ് കെട്ടുകളെയാണ്, കിതാബ് കെട്ടുകളെയാണ്, അല്ലെങ്കിൽ ആ കിതാബുകൾ പഠിച്ച പണ്ഡിതന്മാരെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എത്ര വലിയ മണ്ടത്തരാണ്, ഭീമാബദ്ധമാണ് ഇയാൾ പറഞ്ഞു വരുന്നത്. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ ലോകത്തേക്ക് കടന്നു വന്നാൽ ഒന്നാമത്തെ പ്രമാണം നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും നിർബന്ധപൂർവം നമ്മോട് നടത്താൻ ആവശ്യപ്പെടുന്ന ഒരു ദുആയുണ്ട്. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ ഞങ്ങളെ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നീ എത്തിച്ചു തരണമേ. ഹിദായത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഏതാ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അത് നീ പ്രത്യേകം അനുഗ്രഹിച്ച നിന്റെ ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, മശായിഖന്മാരുടെ വഴിയിലേക്ക് നീ ഞങ്ങളെ പ്രത്യേകം ചേർത്ത് തരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. എല്ലാ നിസ്കാരത്തിലും എല്ലാ റക്അത്തിലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളുടെ തഫ്സീറിൽ കൊണ്ടുവരുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, വഖാല ബഅദുഹും ഇന്നഹു ലമ്മാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ലം യഖ്തസിർ അലൈഹി ബൽ ഖാല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം وهذا يدل على أن المريد لا سبيل له إلى الوصول إلى مقامات الهداية والمكاشفة إلا إذا اقتدى بشيخ يهديه إلى سواء السبيل. എന്താണ് മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്? മഹാനവർകൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഈ പറഞ്ഞതിൽ തന്നെയുണ്ട് ഹിദായത്ത് ഉദ്ദേശിക്കുന്ന, സന്മാർഗം ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും മഹത്തുക്കളായ മശായിഖന്മാരെ, ഔലിയാക്കളെ പിന്തുടരലല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഈ സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ആയത്തുകളിൽ നിന്നു തന്നെ വ്യക്തമാണെന്ന് മഹാനരായ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയാണ്. അങ്ങനെ എത്ര എത്ര ഹദീസുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എനിക്ക് ശേഷം ഇനി അമ്പിയാക്കൾ വരൂല, ഔലിയാക്കളായിരിക്കും എന്റെ ഖലീഫമാർ, മശായിഖന്മാരായിരിക്കും, നിങ്ങൾ അവരെ പ്രത്യേകം ആദരിക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ